ജോ പൊളഞ്ചേരി ഇന്ത്യയിലെ സ്റ്റാർ പ്ലെയറാണ്. എല്ലാവർക്കും അറിയണതാണ്. ജോ പൊളഞ്ചേരി എന്ന് എല്ലാവർക്കും അറിയണതാണ്. ജോ പൊളഞ്ചേരിയും ഞാനൊരു ചെറുപ്പത്തിലെ ഒരുമിച്ച് കളിച്ചതാണ്. ചെറുപ്പത്തിൽ പറഞ്ഞാൽ ഞാൻ മോഹൻബാനുള്ള ഇവിടെ ക്യാമ്പിലുണ്ടായിരുന്നു, പല പോലീസിലുള്ളപ്പോൾ. അത് കഴിഞ്ഞ് ഒരുമിച്ച് മോഹൻബാന് പോയി ഒരുമിച്ച് കളിച്ചിട്ടുള്ള. പിന്നെ സ്റ്റേറ്റ് ഞാൻ ബംഗാൾ ടീമിൽ കളിക്കുമ്പോൾ ഇപ്പോൾ കേരള ടീമിലുണ്ടായിരുന്നു. ആ കൊല്ലാണ് മോഹൻബാനിലേക്ക് വരുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു എത്ര കൊല്ലമാണ് അപ്പോൾ നമ്മൾ 10 വർഷം 94 തൊട്ട് 2003 രണ്ടാളല്ലേ. ഞാനിവിടെ ആദ്യമായിട്ട് ഇവിടെ സ്പോർട്സ് കൗൺസിലിൻ്റെ ക്യാമ്പിൽ വരുമ്പോൾ വിജയൻ പോലീസിലാണ്. അങ്ങനെ സ്പോർട്സ് കൗൺസിലിൽ ക്യാമ്പിലിരിക്കുമ്പോൾ ജോസ് റേസിൻ്റെ അണ്ടറിലാണ് ഞാൻ ചെയ്തത്. വിജയൻ ഇടയ്ക്ക് വരും ലീവ് എടുത്ത് ഞങ്ങളുടെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ. ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ കളിക്കും. അങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ വരുമ്പോൾ ഒന്നും ഞങ്ങളുടെ കൂടെ കളിക്കാം. പിന്നെ സെവൻസിനൊക്കെ പോകും ഞങ്ങൾ. ഇപ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട കാര്യം. അതായത് സെവൻസിന് മുമ്പ് പോയിരുന്നു. ആ സമയത്ത് പോയി ഒരു സ്ഥലത്ത് അടിയുണ്ടായി. അന്ന് വിജയം വന്നിട്ടില്ല. നല്ല അടിയൊക്കെ കിട്ടി. ഞങ്ങളിന്ന് ഒരു ടീം ഉണ്ടാക്കിയിരുന്നു. എന്നിട്ട് വിജയൻ ഒരു ദിവസം ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോവാണ്. അതിന് ശേഷം പിന്നെ നമുക്ക് നോക്കേണ്ട വന്നിട്ടില്ല. ആ ഭാഗത്ത് എല്ലാവരും വിജയന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ പിറ്റേ പ്രാവശ്യം കളിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അടി ഉറപ്പാ. അപ്പം അന്ന് വിജയന് വേണ്ടിയിട്ട് അന്നും വിജയൻ സ്റ്റാറായി നിൽക്കുന്ന ടൈമാണ്. ഇന്ത്യക്ക് കളിച്ച് നല്ല തെളിഞ്ഞ് നിൽക്കുന്ന ടൈം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി. അങ്ങനെ വിജയന് അന്നത്തെ ഒരു രക്ഷ ഇടി മാറി കിട്ടാനുള്ളത്. പിന്നെ ഞങ്ങൾ 94 തൊട്ട് ഒരുമിച്ച് കളിച്ചു തുടങ്ങിയത്. നാഷണൽ ടീമിൽ ഞങ്ങൾ ഒരുമിച്ച് തന്നെ കളിച്ചു. പിന്നെ അങ്ങോട്ട് നാഷണൽ ടീമൊക്കെ 2003 വരെ ഒരുമിച്ച്. ലാസ്റ്റ് ഇപ്പോൾ ഞാൻ റിട്ടയർഡ് ചെയ്യുന്ന അന്ന് വരെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. ഇന്ത്യയിൽ ആരും കളിച്ചിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ ഇത്ര ആരും കളിച്ചിട്ടില്ല ഒരുമിച്ച് ഒരു ക്ലബിന് വേണ്ടി. ഒരു ക്ലബിനല്ല കളിച്ചു നമ്മൾ, പല ക്ലബിന് മാറി മാറി. ഇപ്പോൾ കൃഷ്ണാനുടെയും വികാസ് പഞ്ച് എത്ര വർഷം കളിച്ചു? 9 വർഷം 7 വർഷം കളിച്ചു. പക്ഷെ അവരൊരു കൽക്കട്ട വിട്ട് പുറത്തു പോയില്ല. നമ്മളങ്ങനെ കൽക്കട്ട വിട്ട് JCT, മോഹൻബാൻ, FC കൊച്ചി. ഞങ്ങളിൽ കുറച്ച് ഭാഗ്യം ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ട് JCT ഫെഡറേഷൻ കപ്പ് എടുക്കുന്നത് ഞങ്ങളുണ്ടായിരുന്നു. അതിൽ ജയരാജേട്ടനെ ആദ്യമായിട്ട് കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു PNTൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. സ്റ്റേജിൽ ഞങ്ങൾ അവാർഡ് ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഗസ്റ്റായിട്ട് പോയത് ഞാൻ സമ്മാനം കൊടുക്കാനാണ് വിളിച്ചത്. ചേട്ടനും ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഫസ്റ്റ് ആദ്യമായിട്ട് ചേട്ടനെ കാണുന്ന അവിടെ നിന്നാണ്. ഞാനും കണ്ട് കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ട്, ചേട്ടൻ്റെ പേര് കേട്ടിട്ടുണ്ട്. ചേട്ടൻ എന്നെ കളിയൊക്കെ കണ്ടിട്ടുണ്ട്, പേപ്പറിൽ കണ്ടിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ ഇരുന്ന് വർത്താനം പറഞ്ഞ് ചേട്ടൻ സ്റ്റേജിലായിട്ട് സ്പീച്ച് ചെയ്യുമ്പോൾ ബ്ലൈൻഡായിട്ട് പറഞ്ഞു അടുത്തത് എൻ്റെ പടത്തിലെ നായകനാന്ന് പറഞ്ഞു. കേട്ടപ്പോൾ ഷോക്കായി. ഇത് അങ്ങനെ ഞാൻ കണ്ണാടിയൊക്കെ നോക്കാറുള്ള ആളാണ്. പിന്നെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞേ. എന്നിട്ട് വന്നു, ചേട്ടൻ വന്നു. അപ്പോൾ ചേട്ടൻ എൻ്റെ ഫോൺ നമ്പർ മേടിച്ചു. ചേട്ടൻ്റെ ഫോൺ നമ്പർ മേടിച്ചു. ഇങ്ങനെ വർത്താനം പറഞ്ഞു. വീട്ടിൽ പോയിട്ട് ഞാൻ വൈഫിൻ്റെ അടുത്ത് പോയിട്ട് പെർമിഷൻ എടുത്തില്ലെങ്കിൽ പിന്നെ പടത്തിൽ അഭിനയിക്കാൻ പോകണല്ലേ. ഞാൻ പോയിട്ട് വൈഫിനോട് ചോദിച്ചിട്ട് ചേട്ടനോട് പറയാം ആയിക്കോട്ടെ. പിന്നെ വൈഫിനോട് ഒന്ന് ചോദിച്ചു. അപ്പോൾ ജയരാട്ടൻ്റെ പടമാണ്, കുഴപ്പമില്ല, ധൈര്യമായിട്ട് പോക്കോ. ഭയങ്കര ഇഷ്ടമാണ് ജയരാട്ടൻ്റെ കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ പിന്നെ വൈഫായിട്ട് ജയരാട്ടൻ അപ്പോൾ തൃശ്ശൂരാണ് താമസിക്കുന്നുണ്ടായിരുന്നത്. സിനിമ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നമുക്ക് അത്ര കളി പിന്നെ അറിയണതാണ്. സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിനയിക്കാമെന്ന് അറിയാത്ത, സ്റ്റേജിൽ കയറണം തന്നെ വല്ലപ്പോഴും വല്ല ഫംഗ്ഷന് പോകുമ്പോൾ, അല്ലാണ്ട് നാടകത്തിൽ അഭിനയിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ചേട്ടനോട് പറഞ്ഞു ഞാൻ എനിക്ക് അഭിനയിക്കാമെന്നറിയില്ല. അപ്പോൾ ചേട്ടൻ എനിക്കത് മതി, എനിക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ല, അതാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചെന്നു. പിന്നെ അപ്പോൾ ഞങ്ങളൊരു റിസോർട്ടിലാണ് താമസിച്ചത്, അവിടെ തിരുനാവായ കുറ്റിപ്പുറത്ത്. അപ്പം എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇതേപോലൊരു ഭാഗ്യം എനിക്കറിയില്ല, സിനിമ നടനും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. നല്ല ഗ്രേറ്റ് ആൾക്കാരുടെ കൂടെയായിരുന്നു ഞാൻ ഒരു റൂമിൽ താമസിച്ചത്. ജയരാട്ടൻ്റെ റൂമിൽ ഞാനുണ്ട്, ജയരാട്ടനുണ്ട്, മാടമ്പ് സാറുണ്ട്, മാടമ്പ് കുഞ്ഞൂടുണ്ട്, പിന്നെ കലാമണ്ഡലം എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. കഥകളീൻ്റെ വലിയ ഉസ്താദാണ് ആൾ. ഞങ്ങൾ 4 പേര് ഒരു റൂമിൽ, നല്ലൊരു വീട് പോലത്തെ റൂമാണ്. അതൊക്കെ എനിക്ക് പറഞ്ഞാൽ ഭയങ്കര ഒരു അനുഭവമാണ്. കാരണം അങ്ങനെയൊന്നും അപൂർവ ആൾക്കാർ പറഞ്ഞാൽ ഇത്ര ഒക്കെ പുലികളാണ് അവിടെ ഉള്ളവരെ. അവരെ കൂടെ ഒക്കെ എനിക്ക് കിടക്കാന്ന് തന്നെ വലിയൊരു അനുഭവമാണ്. വിജയൻ്റെ ആ മുഖത്തുള്ള ഒരു പ്രത്യേകത, വിജയൻ്റെ ഒരു മാൻലിനെസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ മുഖം സിനിമയ്ക്ക് പറ്റിയതാണല്ലോ എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. വിജയൻ പോലും അറിയാതെ ഞാൻ അന്ന് മൈക്കിൽ പറയുകയും ചെയ്തു അവിടെ. കാരണം ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് പറഞ്ഞത്, മാന്ത്രിക കാലുകളെക്കാൾ എനിക്കിഷ്ടം വിജയൻ്റെ പൗരുഷമുള്ള മുഖമാണ് എന്ന് പറയും. പിന്നീട് അന്ന് ഞാൻ കഥ അല്ലെങ്കിൽ കഥാപാത്രമൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. പക്ഷേ പിന്നീട് വിജയൻ എന്നോട് പറഞ്ഞു, ചേട്ടാ ശരിയാണ്, എന്താ എന്നൊക്കെ ചോദിച്ചല്ലേ. അന്ന് വിജയൻ്റെ അത് ഡോക്യുമെൻ്ററി മാത്രമേ വന്നിട്ടുണ്ട് അല്ലേ. വിജയൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. എന്നുവെച്ചാൽ എന്താണ് അങ്ങനെ പറഞ്ഞത്, ഞാനും എൻ്റെ ഒരു ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ എൻ്റെ തോന്നലുകൊണ്ട് മാത്രം പറഞ്ഞാണ്. പിന്നീടാണ് യാദൃശ്ചികമായിട്ടൊരു കഥ വരുന്നത്, ശാന്തത്തിൻ്റെ കഥ.
എന്നോട് പറയുകയും അങ്ങനെ കഥാപാത്രമാണ്. തീർച്ചയായിട്ടും എനിക്ക് വേറെ ഒരു മുഖത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നില്ല, കാരണം വിജയൻ തന്നെ ഉറപ്പായിരുന്നു. പിന്നെ വിജയനെ പറ്റിയൊരു അമ്മയാണ് ഞാൻ അന്വേഷിച്ചത്, അതാണ് സീമ ബിശ്വാസ്. വിജയൻ്റെ ആദ്യത്തെ ഷോട്ട് ഓർമ്മയുണ്ടോ? അങ്ങനെ ഇവിടെ വന്ന് നിന്നിട്ട് ചേട്ടൻ പറഞ്ഞ അങ്ങോട്ട് ഇവിടേക്ക് നോക്കാൻ പറഞ്ഞല്ലേ, പുഴയിലേക്ക്. പുഴയിലേക്ക് നോക്കാൻ. അപ്പോൾ അന്ന് ഈ പുഴ കുത്തി ഒഴുകുകയാണ്, ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന പുഴയുടെ സ്റ്റെപ്സിലിരുന്നിട്ട് വിജയൻ ഇങ്ങനെ കൈ ഇങ്ങനെ നോക്കുന്നതാണ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഷോട്ട്. ഹാലിൻ്റെ ചുവട്ടിലിരുന്നിട്ട് വിജയനോട് വിജയ അത് കൈ വെറുതെ ഇങ്ങനെ ചെയ്തോളൂ ഇങ്ങനെ പറഞ്ഞു. വിജയൻ ചേട്ടാ എന്തിനാണെന്ന് ഞാൻ ചെയ്തു പടം കണ്ടപ്പോൾ വിജയൻ മനസ്സിലായി. വിജയൻ ചെയ്തൊരു കൊലപാതകം ചെയ്തതിന് ശേഷമുള്ള ഒരു കുറ്റവാളിയുടെ മാനസിക സംഘർഷമാണ് നമ്മൾ അവൻ്റെ ആ കൈവിരലുകൾ എപ്പോഴും നോക്കുന്ന ഒരു അവൻ്റെ ആ രക്തത്തെക്കുറിച്ച് അല്ലേ അവൻ ചിന്തിക്കുന്നത്. രാജി എന്നാണ് പേര്, എൻ്റെ ഭാര്യയാണ്. 3 പിള്ളേരുണ്ട്. 3 പേരും സ്കൂളിൽ പോയിക്കണം. അമൃത ഇവിടെ അടുത്ത് തന്നെ അമൃതയുടെ അമ്മയുടെ സ്കൂളിൽ പഠിക്കുന്നത്. എന്നോട് ആദ്യമേ പ്രേമം ഉണ്ടായിരുന്നില്ലേ? ഇല്ല. ഇല്ലാന്നാ അപ്പൊ എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി പറയണതാണ് അതൊക്കെ. അപ്പൊ എനിക്ക് 15 വയസ്സ് വിജയേട്ടനെ കാണുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ പ്രേമിക്കേണ്ട സമയമൊന്നല്ല. എങ്ങനെ കണ്ടെന്ന് പറഞ്ഞു? വിജയേട്ടൻ ഞങ്ങൾ കുറുക്കഞ്ചേരി കാവടി കാണാൻ പോയപ്പോൾ വിജയേട്ടൻ അവിടെ വന്നപ്പോൾ അവിടെ വെച്ച് കണ്ടാണ്. നീ കാവടി ആടാൻ വന്നോടാ? അല്ല കാണാൻ വന്നതാണ്. അവിടെ പൂരം കാവടി കാണാൻ പോയത്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് വിജയേട്ടൻ കണ്ടത്. കുറുക്കഞ്ചേരി പോയി. എന്നിട്ട് പിന്നെ വിജയേട്ടൻ വീട്ടിൽ പറഞ്ഞിട്ട് ഇഷ്ടാന്ന് പറഞ്ഞിട്ട് വിജയേട്ടൻ്റെ വീട്ടുകാർ വരാ ചെയ്തത്. അല്ല ആദ്യം വന്ന ഞാൻ പറഞ്ഞുതരാം. പോയത്തിന് പോയതാ. പോയത്തിന് പോയപ്പോൾ ഇവളവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ചേട്ടനെ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നെ കണ്ടപ്പോൾ ഐ വിജയനല്ലേ ചോദിച്ചാൽ വന്നതാണ്. അപ്പോൾ അച്ഛന് ആദ്യം ഉന്നുണ്ടായിരുന്നുകൊണ്ട് എന്നെ കൊണ്ട് കെട്ടി വീണാണ്. അപ്പോൾ അച്ഛൻ അതുകൊണ്ട് എൻ്റെ ഫാമിലിയാണ്. ചേട്ടനുണ്ട്, അമ്മയുണ്ട്. ഡാൻസ് കളിക്കാൻ വന്നിട്ട് മറ്റേ ഭരതനാട്യമൊക്കെ. അപ്പോൾ സ്കൂൾ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പാലസ്റ്റേഡിയത്തിൽ പരിപാടികളപ്പോൾ ഉള്ള കസിൻസ് അവിടെ ഇഷ്ടംമാരുണ്ട്, നമ്മളെ കോലത്തുംപാടത്തുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് ഇങ്ങനെ ആൽബമൊക്കെ എടുത്ത് നോക്കുക, അന്നേ നോക്കലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എന്നോട്. ആൽബമൊക്കെ എൻ്റെ പഴയ കളിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കി. അങ്ങനെയാണ് പറഞ്ഞത്. ജയൻ പറഞ്ഞു ഇവിടെ അവിടെ ഉള്ള കുട്ടിയാണ്, അതിനുള്ളതാണ്, അറിയണാണ് ആണ്. അപ്പോൾ എനിക്ക് ചെറിയ വയസ്സുള്ളൂട്ടോ, 10 എത്ര വയസ്സുണ്ടാവും? എനിക്കോ? ഈ എന്നാൽ ഒരു 10-25 വയസ്സ്. എനിക്ക് 15 വയസ്സ്. എനിക്ക് 15 വയസ്സ്. എനിക്ക് 2 കൊല്ലൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചു. 24 വയസ്സല്ല, 23 വയസ്സ്, 25 വയസ്സില്ല. 25 വയസ്സിലും ഞാൻ അന്നേരം 10-23 വയസ്സുള്ളൂ. കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാനും കൂടി ആയിട്ടില്ല. എന്നിട്ട് ആകുമ്പോൾ ഇവിടെ വന്ന് നേരിട്ട് ഒന്ന് ചോദിച്ചു അച്ഛനോട്. പിന്നെ വീട്ടുകാർ രാജകുമാരിനെ എനിക്ക് ഇഷ്ടമായി അച്ഛനോട് ഇഷ്ടമായി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പിന്നെ വീട്ടിലമ്മയും ചേട്ടനൊക്കെ വിട്ടു. 2 കൊല്ലം പിന്നെ സുന്ദരമായ പ്രായമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിച്ചു. ഞാൻ കഴിച്ചു 10 വർഷം കഴിഞ്ഞു. 3 പിള്ളേരുണ്ട് അല്ലേ? 14ാമത്തെ വർഷം. ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ സൗണ്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല. എന്നാലും രണ്ടുപേരും പാടാം. ബാക്കി നീ പറഞ്ഞോട്ടോ. ഒരുമിച്ച് പാടാം. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. സ്നേഹിച്ചു സ്നേഹിച്ചു കൊതി തീരും മുമ്പേ എന്നെ തനിച്ചാക്കിയകന്ന്. ശ്വാസം കിട്ടുന്നില്ല, അത്ര നല്ല പാട്ടുകാരനല്ല. ഒന്നും രണ്ടാണ് നമ്മളെന്നും ഒന്നാണ്, എൻ്റെ ഉള്ളിൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. ഒരു നാളിൽ ഞാനവിടെ വരുന്നുണ്ട് പൂമോളെ, മകർമാലയണിയിക്കാൻ നിൻചാര്. താളമേളം ഇല്ലാതെ നരികളൊപ്പന പാടാതെ നിന്നെ ഞാൻ സ്വന്തമാക്കിടാം ഫാത്തിമ.